ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ക്യാരറ്റ് കൊണ്ടുള്ളൊരു പോളയാണെന്ന് നമ്മൾ കാണിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, മാത്രമല്ല നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോളയാണ്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും മിക്കപ്പോഴും നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് പോള ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റ് പോള എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ഇതാ ഞാനിവിടെ കുക്കറിൽ ചേർത്തിയിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുറച്ചധികം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് മിൽക്ക് ഷേക്ക് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ഒരുമിച്ച് അങ്ങ് വേവിക്കുന്നതാണ്. നിങ്ങൾ പോളയിലേക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ 3 വലിയ ക്യാരറ്റ് എടുക്കുക, അതല്ലെങ്കിൽ 4 ചെറിയ ക്യാരറ്റ് എടുക്കാം. അതിൻ്റെ ഒരു അളവാണ് കേട്ടോ ഞാൻ ബാക്കിയെല്ലാം കാണിക്കുന്നത്. ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. പ്രഷർ കുക്കറിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, അതല്ലാണ്ട് തുറന്ന് വെച്ചിട്ടുള്ള പാത്രത്തിലാണെങ്കിലും വേവിച്ചെടുത്താൽ മതിയാകും. നല്ലപോലെ സോഫ്റ്റായി കിട്ടുന്നവരെ വേവിക്കണം. പ്രഷർ കുക്കറിലാണെങ്കിൽ നമുക്കൊരു 2 വിസിൽ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ബാറ്റർ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല വലിയ മുട്ട ആയതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെറുത് എടുക്കുകയാണെങ്കിൽ 4 വരെ എടുക്കണം. ഇത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 6 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം മധുരം ഉണ്ടാകും. നിങ്ങൾക്ക് നല്ല മധുരത്തോടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം. അത് നിങ്ങളുടെ ആ മധുരത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ചേർത്തിട്ട് കൊടുക്കുക. എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമുക്ക് ഈ ഒരു ബീറ്റർ വേണമെന്നില്ല കേട്ടോ, മിക്സിയുടെ ജാറിനകത്ത് ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുത്താലും മതി. ഞാനിത് ബൗളിൽ ചേർത്തിട്ട് ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് നല്ല പതഞ്ഞ് വരുന്ന പോലെ നമ്മളിത് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പാൽപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു പോള ചെയ്യുന്നത്, പാൽ ഇതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെ ഏലക്ക പൊടിച്ചത് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ്, അതായത് 3 ക്യാരറ്റ് എടുത്തിട്ട് നല്ലപോലെ ഞാനൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് ചേർത്തിട്ടാണ് ഈ ഒരു ബാറ്റർ റെഡിയാക്കുന്നത് എങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ക്യാരറ്റ് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ ആ മിക്സിയുടെ ജാറിനകത്ത് ചേർത്തിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് അരച്ചെടുത്ത കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത് നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പം ബാറ്റർ കുറേ നമ്മുടെ മിക്സിയിൽ ജാറിൻ്റെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ബീറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബീറ്ററിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ, മിക്സിയിൽ ചേർത്തിട്ട് എല്ലാം കൂടെ 2-3 മിനിറ്റ് അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി, മുട്ട നന്നായിട്ട് പതഞ്ഞ് കിട്ടുന്നവരെ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബാറ്റർ നമ്മളൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ക്യാരറ്റ് പോളയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് റൈസിൻസും അതുപോലെ കാഷ്യൂനട്ടും ഒന്ന് വറുത്ത് കോരണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് അവിടെ ഒരു പാൻ എടുത്ത് സ്റ്റോവിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു സോസ് പാനിനകത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ക്യാരറ്റ് പോള ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പ്യുവർ ആയിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും ഇതിനകത്തേക്ക് ചേർത്തിട്ട് അതൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. അപ്പോൾ ഇതിന് ഇത്രത്തോളം അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ പോളക്കകത്ത് ഇത് ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ടുള്ളത് ചേർക്കാം. ഇനിയിപ്പോൾ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടായി കഴിഞ്ഞാൽ നമ്മളത് കഴിക്കുമ്പം ആ ഒരു പോള കഴിക്കുമ്പം ഈ നട്ട്സ് ഒന്നും ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ഭാഗത്ത് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് നെയ്യ് ബാക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ നെയ്യൊന്നും ചേർക്കണ്ട. ഇതെല്ലാം ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുത്തതിന് ശേഷം തീ വളരെ കുറവിലിട്ടതിന് ശേഷം മാത്രം നമ്മുടെ പോളയുടെ ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ വളരെ ചെറിയ തീയിൽ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കുകയാണ്. എന്നതിന് ശേഷമാണ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് അങ്ങ് താഴെ പോവുകയാണ് ചെയ്യുക. ആ ടോപ്പിൽ അങ്ങനെ കാണില്ല. അപ്പോൾ ടോപ്പിൽ അങ്ങനെ കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി കാണാൻ.
2 മിനിറ്റിന് ശേഷം ഇതിന് ലിഡ് മാറ്റി വെച്ചിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും ഇതിൻ്റെ ടോപ്പിലായിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എങ്ങനെ വേണേലും ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. എന്നതിന് ശേഷം നമ്മളിത് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. ഇനി നമ്മൾ ഡയറക്റ്റ് തീയിൽ വെക്കുന്നില്ല. നമ്മളൊരു ചുവട് കട്ടിയുള്ള ഒരു പാനോ ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു സോസ് പാൻ വെച്ച് കൊടുക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ തീ തട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് അടി പിടിച്ചിട്ട് അങ്ങനെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം മുട്ടയൊക്കെ അല്ലേ പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. എന്നതിന് ശേഷം ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളൊരു 15 മുതൽ 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു 15 മിനിറ്റിന് ശേഷം അതിൻ്റെ ലിഡൊന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. നമ്മുടെ ആ ഒരു സ്ക്യൂർ നല്ലപോലെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റ് പോള നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടാവും. എവിടെയെങ്കിലും സ്ക്യൂറിൽ മാവ് പിടിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രം നിങ്ങളൊരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്താൽ മതിയാകും. നമ്മുടെ എല്ലാ സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് കുക്കാവാനൊക്കെ ഉള്ളൂ എങ്കിൽ, അതായത് വളരെ കുറഞ്ഞതായിട്ട് എവിടെയെങ്കിലും മാവ് പിടിച്ച് കാണുന്നേ ഉള്ളെങ്കിലും നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തോളൂ കേട്ടോ. കാരണം ആ ചൂടിൽ കിടന്നിട്ട് ഒന്നുകൂടെ അങ്ങ് കുക്കായിക്കോളും. പിന്നെ വീണ്ടും തീ ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചൂട് പോയതിനു ശേഷം ഞാനിത് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ക്യാരറ്റ് പോളയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോളയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.